ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ടീച്ചേഴ്സ് ഡേ ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 1:46. അയ്യോ 1:46. ഞങ്ങൾക്ക് എത്ര മണിക്കൊരു 2 മണിക്ക് പരിപാടി തുടങ്ങുന്നത്. ഇന്ന് കുറേ ഉണ്ടായിരുന്നു, പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം ഞാൻ റെഡി ചെയ്ത് തുടങ്ങാം. ഇന്നലെയാണ് ടീച്ചേഴ്സ് ഡേയുടെ പരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ജീനന്മാരല്ല പരിപാടി നടത്തുന്നത്, BSc-കാരുടെ. പക്ഷേ ഓർഗനൈസ് ഇന്ന് കുറച്ച് പേർക്ക് സ്റ്റേ ബാക്ക് കൊടുത്തു. ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയി. ഈ മാസം സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടിക്ക് ഞാൻ സ്പീച്ച് ഉണ്ടെന്ന്, അപ്പം എനിക്ക് പരിപാടിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് സ്റ്റേ ബാക്ക് വന്നു. പിന്നെ കുറച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പാടുന്ന ഒരു 6 പേരുണ്ട്, അവർ സ്റ്റേ ബാക്ക് ചെയ്തു. പിന്നെ BSc-യിൽ കുറേ അവർക്ക് മോർണിംഗ് ഡ്യൂട്ടിയിലുള്ളവർ പോയിട്ട് വന്നു. ഇപ്പോൾ കുറച്ച് പേര്, ബാക്കി കുറേ പേരൊക്കെ സ്റ്റേ ബാക്കും ചെയ്തു, കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ പിന്നെ അവരെ കൂടെ നിന്ന്, എന്തായാലും എനിക്ക് സ്റ്റേ ബാക്ക് ആയതുകൊണ്ട് ഈ ക്ലാസ്സിലൊന്നും ഇരിക്കേണ്ടി വരത്തില്ല. രസമായിരിക്കും അവരോട് സഹായിക്കാൻ. യെസ്റ്റർഡേ വാസ് സോ നൈസ്. സത്യം പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാൻ നിന്നായാലും അത് ഓരോന്ന് കളർ അടിക്കാൻ നിന്ന് സഹായിച്ചതായാലും നല്ല രസമുണ്ടായിരുന്നു. വേറൊരു പണിയും ഇല്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഇന്നലെ കുറച്ച് വരയ്ക്കാനും ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ കാർഡ്ബോർഡിലൊക്കെ എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ എഴുതി. അങ്ങനെ കുറച്ച് പണിയൊക്കെ ആയിരുന്നു. എൻ്റെ സൺസ്ക്രീൻ തോന്നുന്നു ഇപ്പം ഇങ്ങനെ എഴുതിയിരിക്കണം, ഇത് വാങ്ങാം. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചെന്ന് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓട്ടം തന്നെയായിരുന്നു ഇന്നിപ്പം. പിന്നെ കാർഡും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഇന്നലെ തന്നെ കുറേയൊക്കെ ഉണ്ടാക്കി, ബട്ട് കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങളിപ്പോൾ തീർത്തു. പക്ഷേ ഇപ്പം കുറച്ച് പേര് പരിപാടിക്കില്ലാതെ ഓർഗനൈസിന് വേണ്ടി നിൽക്കുന്നവർ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ബാക്കി ചെയ്തു. അവർ ബാക്കി ചെയ്യുമ്പോൾ കുറേയൊക്കെ സഹായിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ മാത്രമല്ല, എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് 4-5 പേര്. പിന്നെ കുറച്ച് അവരുടെ ക്ലാസ്മേറ്റ്സ് തെലുങ്കൂസും അവരെത്ര പേരും ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സല്ലേന്ന് വേറൊരു ഡ്രസ്സുണ്ട്, ഞാൻ അതിൽ ഞങ്ങളുടെ ഇന്നത്തെ സ്പീച്ച് എങ്ങനെയാവുമെന്ന്. കാരണം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം കുറച്ചൊക്കെ പ്രിപ്പയർഡായി ആദ്യമായിട്ട്. യശോദയെ വന്നിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് എന്ന് വെച്ചാൽ എന്തേലും അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ യശോദയെ വന്നതിന് ശേഷം കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം ലാംഗ്വേജിനായാലും പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ സ്പീച്ചിന് ഞാനായിട്ട് കയറിയതെന്നാലും വിചാരിക്കില്ല. എന്നെ മാം, ഞാൻ പോലും അറിയാതെ എൻ്റെ പേര് കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയാൽ പിന്നെ കയറിയേ പറ്റൂ. അപ്പം അതിൽ ഇനി മാറ്റത്തൊന്നുമില്ല നമ്മൾ. അപ്പോൾ പിന്നെ നമ്മളവിടെ തർക്കിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മളങ്ങനെ എല്ലാ പരിപാടിക്കും ഓരോന്നിനും കയറിയേ പറ്റൂ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതിൽ വേറെ ചോയ്സൊന്നും ഇല്ലാതെ നമ്മളത് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേജിൽ കയറി കുറേയൊക്കെ സ്റ്റേജ് ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും പേടിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്തോ ഇപ്രാവശ്യം ചെറിയൊരു പേടിക്കുറവ് എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പം 5-6 പേരെ കാണുമ്പോഴത്തേക്കും പേടി വരുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പോയി ID ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ സംസാരം നടക്കും. പക്ഷെ ഞാൻ റെഡി ആവത്തില്ല. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഞാൻ ഓടും. സമയം 2 മണിയായി. ഇനി 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പം ഞാൻ റെഡിയായി, മൊത്തത്തിലൊന്ന് റെഡിയായി. ഇനി തല ചീക്കണം, ഒന്ന് ജസ്റ്റ് അതൊന്ന് കെട്ടണം, കമ്മലിടണം, ഓടണം, ഡ്രസ്സിട്ട് റെഡിയായി ഓടണം. അത്രേ ഉള്ളൂ. ടെൻഷനില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള മട്ടിലാണ്. ഇന്നലെ രാത്രി കിടന്നപ്പോൾ 2 മണി, പിന്നെ രാവിലെ ഒരു 8-8:15 എണീറ്റ്. പക്ഷെ നല്ല രസമാണ് ഇന്നത്തെ കാര്യം. എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ച് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവട്ടെ, നമുക്ക് പിന്നെ കാണാം. ചേരൂ ഇല്ല, അതൊന്നും ഇവിടുത്തെ പ്രശ്നമേ അല്ല. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇറങ്ങിയാൽ മതി. ഒന്ന് വേഗം പിന്നെ തല കെട്ടണം, അത്രയൊക്കെ ഒന്നും. അപ്പം എല്ലാം പറഞ്ഞാലും ഞാൻ റെഡിയായി. ഓക്കെ അല്ലേ? ഓക്കെ ആവണം. ഇതെൻ്റെ സ്പീച്ചാണ് ഗൈസ്. ഇനി അവിടെ ചെന്ന് പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് താഴെ ഓഡിറ്റോറിയം ഞാൻ കാണിച്ചു തരാൻ വയ്ക്കുമ്പോൾ. ഓക്കെ. ഹലോ ശുക്രിയ. ഹലോ, എന്തെങ്കിലും പരിപാടിയുള്ള? ഇന്ന് ഞാൻ ഒരു പരിപാടിയില്ല, പക്ഷെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തായാലും കൊള്ളാം. എൻ്റെ സ്പീച്ച് കാണാം, അവിടെ സപ്പോർട്ട് ചെയ്യണം ഭയങ്കരമായിട്ട്. ഇല്ലേ, കാണട്ടെ എല്ലാവരെയും ഒന്ന് കാണട്ടെ.
ഓ ഇന്നെല്ലാവരും ട്രഡീഷണലാണ്. പോയം പറയുന്നതാണ്. വോട്ട് ഓഫ് താങ്ക്സ്. ഗ്രീൻ എഴുതിക്കുന്ന അവളെ ഗ്രീനാണ് ഇട്ടേക്കുന്നത്. ഓ വാട്ട് ആരെയാണ് ഒരു അത് ശരിയാ. അതല്ലേ ഗ്രീറ്റിംഗ് കാർഡ് ഇന്ന് ഇത്രയും നേരം ഇന്ന് കഷ്ടപ്പെട്ട് ഇന്നലെ ചെയ്ത് ഇന്ന് ഒന്ന് കെട്ടുമായിരുന്നു പരിപാടി. ഓടുമായിരുന്നു, ഓട്ടമായിരുന്നു. ഓക്കെ ബൈ. നമുക്കിനി കളത്തിൽ കാണാം. അതാരെങ്കിലും എടുക്കുക, നമ്മളത് ഇതിനകത്തോട്ട് ഇടുക. എങ്ങനെയാണ്? ബൈ. Respected Principal Ma'am, Vice Principal Ma'am, beloved teachers and my dear friends. Today as we gather to celebrate Teachers Day, wishing all my respected teachers a very happy Teachers Day. Thank you. How was your song? അത് പറ, എക്സ്പീരിയൻസ് പറ. വെരി ഫുൾ ഉൾട്ട sang and came back. Dancers. Hey, that dancers? Did you saw? Oh. God. ഭയങ്കര കോമഡി ആയിട്ടുണ്ട് ഇവിടുത്തെ കാര്യം. ഇവരെല്ലാം പാട്ടെല്ലാം കൊളാക്കിയിട്ട് വന്നിരിക്കുന്നത്. ഞാനിവിടെ സ്പീച്ചിൽ ഒരു വേർഡ് തെറ്റിച്ച് ഞാൻ പിന്നെ റിപ്പീറ്റ് അടിച്ചു. കാരണം ഗ്രാമർ മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. സോ അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പറയാനില്ല, ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അടുത്ത സ്പീച്ച് ഉണ്ട്, അവർ രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ നമ്മളെ BSc ഫ്രണ്ട്സ്. ഇവരെന്ത് കാണാതിരിക്കണമെന്ന് നിൽക്കുന്നുണ്ടോ? കണ്ടുകൂടിയില്ലേ? ക്ലിയർ ഇല്ല. ഹൈ ഗീസ്. അക്ഷയ Can you please tell how many flowers are there in the streets? 6 to that side, 8 to this side. 6 and 8. I counted one. ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഗീസ് അവിടെ. ഹാപ്പി ദിവാലി. ജസ്റ്റ് ഒന്ന് വിളി. ഞാൻ അതവള് പൊട്ടിച്ച ബലൂൺ. നമ്മളുടെ ടീച്ചേഴ്സ് ഡേയുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അല്ലേ, ടീച്ചേഴ്സ് ഡേ കഴിഞ്ഞു. വീഡിയോ എടുത്ത മാം പറഞ്ഞു കൊള്ളാം, നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലേ. ബൈ ഒന്നുമില്ല. നീ കുറച്ച് പരിപാടിയും കൂടെ കാണും. കേക്ക് കഴിക്കുമല്ലേ? അറിയത്തില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. ചിലപ്പോൾ കിട്ടിയാൽ കഴിക്കും. അതിനൊരു കുഴപ്പമില്ല ഗൈസ്. ഗിഫ്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തേ മൊത്തം. ആങ്കർ ആയിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ കോളേജിൽ വന്നിട്ട് എന്റെ ഫസ്റ്റ് ആങ്കറിങ്. ഇവിടുമാര് ഡ്യൂട്ടിക്ക് പോയി, നമ്മൾ കഷ്ടപ്പെട്ടല്ലേ. ഗൈസ് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ ഡ്യൂട്ടിക്ക് വിടണ്ടാന്ന്. ഗൈസ് ഇത് വിക്ടോറിയ, ഇവൾ എന്റെ കൂടെ ആങ്കറിങ് ഉണ്ടായത്. ഇത് ഞങ്ങളുടെ മൗനിക ഗൈസ്. കേട്ടല്ലോ. സോ ഗൈസ് നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ഇവിടെ എല്ലാ പരിപാടിയുടെ ലാസ്റ്റ് ആയപ്പോഴത്തേന് കറണ്ട് പോയി. ഇപ്പൊ കറണ്ട് വന്നു. സത്യം ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഡെക്കറേഷൻ ഒക്കെ കാണുന്നത് ഞങ്ങളുടെ മെയിൻ ഇതാണ് ഞങ്ങളുടെ ടീച്ചർ. ഞങ്ങൾ ഇവിടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ച്
ഗൈസ് ഇത് നമ്മുടെ തോട്ട് ഐ മീൻ ദിയയുടെ കലാവിരുതാണ്. ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പറയണം. കമന്റ് ബിലോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ഇത് ബേസ്ഡ് ഓൺ ടീച്ചേഴ്സ് ഡേ ഗൈസ്. സോ ഇത് ദിയ വരച്ച് നന്നായിട്ട് വരച്ചോ. ഗൈസ് ഇവിടെ ഒരു ബലൂൺ പൊട്ടിച്ചു കളിക്കോ. നമ്മൾ ഇന്നലെ രാത്രിയിലുള്ള കഷ്ടപ്പാടാണ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. 2 മണി വരെ കുത്തിയിരുന്ന് എഴുതിയതാ. ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വെമ്പിച്ച ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം തനിയാ ബൈ പറ ഹാഷ്മി. അതെ സാമിയുടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് വെളിച്ചമുണ്ടോ നോക്കണം. എനിക്ക് ഇതൊക്കെ വേണം. നല്ലൊരു ഫോട്ടോ എടുക്കുക. സമയം ഇപ്പം 6:18. ഞാൻ ഇനി ചായ കുടിക്കാൻ പോകുന്നു. ഇത്ര നേരം അവിടെ റീപ്ലേസ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ കഥകിൻ്റെ അവിടെ ഒരു എന്താ പറയുന്ന ഒരു പൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓണത്തിന് വെച്ചാൽ അത് തിരിച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് പോയി ചായ കുടിക്കണം. ഒരു പരിപാടി ഗ്ലാസ് അവിടെ ഇല്ല. ഞാൻ പോയി ചായ കുടിക്കലേ. ഭയങ്കര ചൂട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ അവന്മാർ വെച്ച് ചായ കുടിക്കാം. നമ്മൾ കഴിഞ്ഞാൽ റൂമിൽ പോവാം, ഫ്രഷാണ്, കിടക്കണം. നാളെ ഡ്യൂട്ടി ഉണ്ട്. ചിലപ്പോൾ ലീവായിരിക്കും അറിഞ്ഞൂടാ. ഗൈസ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. എല്ലാ എൻ്റെ പഴയ ടീച്ചേഴ്സിനും പുതിയ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇവിടെ എല്ലാം കഴിഞ്ഞു. കൊള്ളായിരുന്നു. എന്തോ ഇന്നത്തെ ദിവസം കുറേ ഇഷ്ടപ്പെട്ടു. കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടു. See you in my next vlog.